നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് യു.പി. സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 218-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 5ാം തരത്തിലെ കാർത്തിക് ശങ്കർ. മേലാങ്കോട്ട് എ.സി. കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റിൽ നമ്മുടെ സ്കൂളിലെ ദേവരാഗ്, വിനായക്, ആഷ്മിക ടി.വി, മുഹമ്മദ് റാസി എന്നീ കുട്ടികളും ജിഷ ജോസഫ്, എം. ജി. മറിയാമ്മ എന്നീ അധ്യാപകരും പങ്കെടുത്തു. സ്കൂളിലെ ക്രിയേറ്റീവ് കോർണർ ഉപയോഗിച്ച് കുട്ടികൾ നിർമ്മിച്ച ജാം, LED ബൾബ്, പൗച്ച് എന്നിവ ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി 2025-26 ശുചിത്വ പഠനോത്സവം, ഇക്കോ സെൻസ് സ്കോളർഷിപ്പ് വിതരണം ഫെബ്രുവരി 28 ശനിയാഴ്ച പഞ്ചായത്ത് CDS ഹാളിൽ നടന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും ഹരിതസേന സ്കോളർഷിപ്പിന് അർഹത നേടിയ ഋതുവർണ KV, അനുവൃത B. കമൽ, വജസ് എന്നിവർ പങ്കെടുത്തു. UP വിഭാഗത്തിൽ പഞ്ചായത്ത് തല മികച്ച വിദ്യാർത്ഥിയായി അനുവൃത B. കമലിനെ തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജനിൽ നിന്ന് കുട്ടികൾ ഏറ്റുവാങ്ങി. ഹെഡ് മാസ്റ്റർ T. സുരേശൻ, സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇബ്രാഹിം, സൂപ്രണ്ട് അനുരാജ് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിലേക്ക് 4 ടേബിൾ, 6 ഓഫീസ് ചെയർ, 1 എക്സിക്യൂട്ടീവ് ചെയർ എന്നിവ അനുവദിച്ചത് ഓഫീസിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കൂവാറ്റി വോയിസിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സ്കൂൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെത്തിയ SNTTIയിലെ അധ്യാപക വിദ്യാർത്ഥികളായ ശ്രേയ, നന്ദന എന്നിവർ സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്ക് സാമ്പാറും അവിയലും നൽകി. 2 പേർക്കും കൂവാറ്റി വോയിസിന്റെ നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ പഠനയാത്ര എറണാകുളം, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് സംഘടിപ്പിച്ചു. പഠനയാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി എന്റെ കൂട്ടുകാർ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, മാർച്ച് 1, 2, 3 തീയതികളിൽ നടന്ന നമ്മുടെ പഠനയാത്ര വളരെ രസകരമായിരുന്നു. ആദ്യം നമ്മൾ പോയത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴ കാണാനാണ്. ചാലക്കുടി പുഴയുടെ സൗന്ദര്യത്തിൽ ഞങ്ങൾ കുറെ നേരം ആസ്വദിച്ചു നിന്നു. രണ്ടാമതായി ഞങ്ങൾ കാണാൻ പോയത് തൃശൂർ തന്നെയുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ്. മലയാളത്തിലെ ഒട്ടനവധി സിനിമകൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതിൽ ഒരു സിനിമയാണ് ബാഹുബലി. അടുത്തതായി ഞങ്ങൾ പോയത് ബോട്ട് യാത്രയ്ക്കാണ്. പെരിയാർ നദിയിൽ നിന്നായിരുന്നു തുടങ്ങിയത്. ഭാരതത്തിലെ ഏറ്റവും വലിയ കായലും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയുമായ വേമ്പനാട്ട് കായലിലേക്കാണ് പോയത്. വേമ്പനാട്ട് കായലിൽ പോകുന്ന വഴി കുറെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. വലിയ കപ്പലും APJ അബ്ദുൽ കലാം സ്മാരക കോട്ടയും ചൈനക്കാർ നിർമ്മിച്ച ചീനമല പാലവും പിന്നെ മഴവിൽ പാലവും ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയത് സ്നോ സ്റ്റോമിലേക്കായിരുന്നു. അവിടെ അതിനുള്ള ഒരു റൂമിൽ ഞങ്ങൾ 8 കയറി. അതിനുശേഷം അവിടെയുള്ള ആന്റിമാർ ഞങ്ങൾക്ക് ഗ്ലൗസും ബൂട്ടും പിന്നെ സ്യൂട്ടും ഒക്കെ തന്നു. ഞങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി അവർ കുറെ പണി വിട്ടു. കാരണം സ്യൂട്ടിലേക്ക് കുറെ വള്ളികളൊക്കെ കയറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മറ്റൊരു വാതിലിലൂടെ ഒരു റൂമിലേക്ക് എത്തി. അവിടെയുള്ള മറ്റൊരു വാതിലിലൂടെ ഞങ്ങൾ ആ ഒരു റൂമിലേക്ക് എത്തി. വളരെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടു. അവിടെ ഞങ്ങൾ ധാരാളം സമയം ചുറ്റി നടന്നു. ധാരാളം മഞ്ഞ് എറിഞ്ഞു. അങ്ങനെ കുറെ സമയം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു. പല സ്ലൈഡ് അങ്ങനെ പലതിലും കയറി ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു.
പോയ പഠനയാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു ഇത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, സ്നോ സ്റ്റോം, മറൈൻ ഡ്രൈവ്, വേമ്പനാട്ട് കായലിലെ ബോട്ട് യാത്ര, വാട്ടർ മെട്രോ, വല്ലാർപാടം പള്ളി, കൊച്ചി മെട്രോ, ലുലുമാൾ. ഒറ്റ ദിവസം കൊണ്ട് 8 സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഒപ്പം യാത്രകളിൽ ഞങ്ങൾ ചിരിച്ചും കളിച്ചും നൃത്തം ചെയ്തും പാട്ടുകൾ പാടിയും ഏറെ ആസ്വദിച്ചു. 38 കുട്ടികൾ, 4 അധ്യാപകർ, 6 രക്ഷിതാക്കൾ എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായത്. എന്നെന്നും ഓർക്കാൻ ഒരു നല്ല യാത്ര. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.